സങ്കീർത്തനം 68:13 Psalms 68:13. ഇത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൂതാണ്. പരിശുദ്ധാത്മാവ് വേറെ പല കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ആത്മാവ് ഇങ്ങോട്ട് പറഞ്ഞു തന്ന ഒരു ദൂതാണ് ഇപ്പം പറഞ്ഞു തരുന്നത്. 68:13 ഇങ്ങനെയാണ് വായിക്കുന്നത്: നിങ്ങൾ തൊഴുത്തുകളുടെ ഇടയിൽ കിടക്കുമ്പോൾ പ്രാവിൻ്റെ ചിറക് വെള്ളി കൊണ്ടും അതിൻ്റെ തൂവലുകൾ പൈൻ പൊന്നുകൊണ്ടും പൊതിഞ്ഞിരിക്കുന്നത് പോലെ ആകുന്നു. അതായത് കർത്താവിൻ്റെ ആത്മാവ് പറയുന്നത് നമ്മളെ കർത്താവ് അങ്ങോട്ട് സ്നേഹം കൊണ്ട് അങ്ങോട്ട് പൊതിയാൻ പാടും. കർത്താവ് നമ്മളെ പൊതിയാൻ ആഗ്രഹിക്കുമ്പോൾ ശത്രുവിനെ മാറ്റും. ഒരു പ്രാവിന് ഏതായാലും തന്നെ ഒരിടത്തിരുന്ന് രക്ഷയായിട്ടിരിക്കാനൊക്കത്തില്ല. അത് അതിന് സേഫായിട്ടുള്ളൊരു സ്ഥലത്ത് പലപ്പോഴും നോക്കിയാൽ പണ്ട് കാലങ്ങളിൽ പ്രാക്കൾ പലപ്പോഴും ദൈവാലയത്തിൻ്റെ മുകളിൽ ആരുമില്ലാത്ത സ്ഥലത്തൊക്കെ ഉയ്യനകത്ത് അവിടെയാണ് ഇരിക്കുന്നത്. ദൈവാലയത്തിലാണ് ഞാൻ പണ്ടൊക്കെ കൊച്ചിലെ കണ്ടിരിക്കുന്നത്. കാരണം അവിടെ ശല്യമില്ല. അവർ ദൈവത്തിൻ്റെ ബലിപീഠത്തിൻ്റെ അടുക്കൽ പോയാൽ സേഫാണെന്ന് അവർക്കറിയാം. കുരുകിലിനും മീവൽ പക്ഷിക്കും തൻ്റെ കുഞ്ഞുങ്ങളെ എവിടെ കൊണ്ടുവന്നറിയാൻ അറിയാം. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ എവിടെ കൊണ്ടു ചേർക്കണം എന്നറിയത്തില്ല. അതുകൊണ്ടല്ലേ പല അമ്മയപ്പന്മാർ സ്വന്തം മക്കളെ വിട്ടെറിഞ്ഞേച്ച് ഒരു ജീവിതം അങ്ങ് നയിക്കും. അമ്മമാർ കുറേക്കൊക്കെ നോക്കും. ചില അമ്മമാർക്ക് വഹിക്കാൻ വയ്യാതെ കുഞ്ഞുങ്ങളെ അബാൻഡൻ ചെയ്യും. കുഞ്ഞുങ്ങളുണ്ടായാൽ നമ്മൾ കൊണ്ടുപോയി എവിടെയെങ്കിലും കോൺവെൻറ്റിൻ്റെ മുമ്പിൽ കൊണ്ടുവെക്കും. എന്തിനാ? അല്ലെങ്കിൽ ആശുപത്രി കൊടുക്കും. എന്താ? ആ കുഞ്ഞിനെ അവർക്ക് നോക്കാൻ വയ്യ. അതൊക്കെ സാഹചര്യങ്ങൾ വരുമ്പം മനുഷ്യൻ ചെയ്തു പോകും. പക്ഷെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നമ്മൾ ആലോചന ചോദിച്ചാൽ ഒരു വ്യക്തിയുടെ, അതായത് ഒരു കുഞ്ഞിൻ്റെ ജീവൻ ദൈവത്തിന് വിലപ്പെട്ടതാണ്. ഒരുപക്ഷെ നമുക്ക് ആപത്ത് വന്നാലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആപത്ത് വരരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു സാധാരണ കാര്യമല്ലേ. എന്നാലും ഇപ്പോഴ കാലങ്ങളിൽ അമ്മയപ്പന്മാർ കുഞ്ഞുങ്ങളെ വെള്ളത്തിലെറിയുക, ഓരോ തരത്തിലുള്ള ദുഷ്ടത ചെയ്യുക, ബെൽറ്റ് വെച്ച് അടിക്കുക, കുഞ്ഞുങ്ങൾക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാതിരിക്കുക. ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ മനുഷ്യൻ സ്വാർത്ഥതയിലോട്ട് പോവുകയാണ്. അപ്പോൾ ഈ കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ വചനം നമ്മൾ ഈ ഡാൻസും കൂത്തും ബഹളവും ഒക്കെ കഴിച്ചു കഴിഞ്ഞേച്ച് ഒരു ബോധമില്ല. പിന്നെ കൂട്ടുകാർ കൂടി കള്ളും കുടിച്ചിരുന്ന് കഴിഞ്ഞാൽ സമയം പോകുന്നതും അറിയത്തില്ല. ഇതെല്ലാം പാപമല്ലേ. ഇതൊക്കെ പാപം നല്ലതാണെന്ന് നമ്മൾ പറയുന്നുണ്ട്. ഒരു കള്ളു കുടിക്കാത്ത ഒരു പാർട്ടി ഇപ്പോൾ ഇല്ല, വളരെ കുറച്ച്. പക്ഷേ കള്ളു കുടിക്കാതിരിക്കാനുള്ള കൃപ കർത്താവിൽ നിന്ന് ചോദിച്ചു വാങ്ങിച്ചെടുത്താൽ അതൊരു ഭാഗ്യമല്ലേ. എന്നാൽ കള്ളു കുടിക്കാത്ത കുടുംബങ്ങളില്ലേ? ദൈവത്തിന് വേണ്ടി നിർത്തുന്ന അമ്മയപ്പന്മാരുടെ പ്രാർത്ഥന കൊണ്ട് നേടിയെടുക്കുന്നവരില്ലേ? അപ്പം നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷെ ദൈവം പറയുന്നത് എന്താ? ഞാൻ എൻ്റെ മക്കളെ എങ്ങനെ സൂക്ഷിക്കണമെന്ന് എനിക്കറിയാം. കർത്താവ് പറയുന്നതാണ്, നിങ്ങൾ തൊഴുത്തുകളുടെ ഇടയിൽ, അതായത് നമ്മൾ കിടക്കേണ്ടടുത്ത് കിടക്കണം. നമുക്കൊരു സേഫ് പ്ലേസ് ദൈവം വെച്ചിട്ടുണ്ട്. അതിനകത്തുനിന്ന് പുറത്തു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. തൊഴുത്തിനകത്താണ്. അവിടെ പശുക്കളുണ്ട്, കിടാങ്ങളുണ്ട്, അവിടെ വലമറ്റായിട്ടുള്ള ചെറിയ ആട്ടുംകുട്ടികൾ കാണും. പക്ഷെ അതിന് ചുറ്റിനുണ്ട് ഈ പ്രാക്കൾ അതിൻ്റെ മേളിൽ പോയി താമസിക്കുകയാണ്. അവിടെയുള്ള പ്രാവിൻ്റെ ചിറക് വെള്ളി കൊണ്ട് അതിൻ്റെ തൂവലുകൾ പൈൻ പൊന്നുകൊണ്ട് പൊതിഞ്ഞിരിക്കും. അപ്പോൾ ഈ തൂവലുകൾ പഞ്ഞുകൊണ്ട് പൊതിഞ്ഞിരിക്കുന്ന ഒരു പ്രാവിനെ കണ്ടാൽ, അതായത് സ്വർണ്ണ കളറിലും വെള്ളി നിറത്തിലുമുള്ള തൂവല് കൊണ്ട് ഇതിനെ പൊതിഞ്ഞിരിക്കുന്ന അതിനെ കണ്ടാൽ നമുക്ക് എന്തൊരു ഓമനത്വം തോന്നിക്കും. അതിനെ ഒരിക്കലും നമ്മൾ ഉപദ്രവിക്കത്തില്ല. ബിക്കോസ് ദേ നോ ദേ ആർ സേഫ് ദെയർ. നമ്മുടെ മക്കൾക്കോ നമുക്കോ? ഈ 68 തുടങ്ങുന്നത് എങ്ങനെയാണ്? 68 ഇങ്ങനെ എഴുതുന്നത്: ദൈവത്തിന് ചില കാര്യങ്ങളിൽ തീഷ്ണതയുണ്ട്. തൻ്റെ മക്കളെ പരിപാലിക്കുമ്പം ദുഷ്ടനെ ദൈവം അടിച്ചു മാറ്റുകയും ചെയ്യും. സൂക്ഷിച്ച് നോക്കിക്കോ, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്ക്. നമുക്കൊരു നല്ല കാലം വരുന്നതന്നെ ദുഷ്ടനെ ദൈവം അടിച്ചു മാറ്റുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ദൈവം എടുത്തു മാറ്റും ചിലപ്പം. അത് ദൈവത്തിൻ്റെ വിശ്വസ്തത. ദൈവം എഴുന്നേൽക്കുന്നു, അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു, അവനെ പകയ്ക്കുന്നവർ അവൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുന്നു. ദൈവം എഴുന്നേറ്റാൽ ശത്രുക്കൾ നിൽക്കത്തില്ല. ദൈവത്തിനെ ആരും ഉണർത്തി. അവന് പറയുന്നില്ലേ, കള്ളു കുടിച്ച് മത്തനായവനെ പോലെ അവൻ എഴുന്നേറ്റു എന്ന് പറയുന്നത്. ദുഷ്ടൻ പുറകോട്ട് വീണു എന്ന് പറയുന്നുണ്ട്. അപ്പം പുക പതറിപ്പോകുന്നത് പോലെ, പുക പതറിപ്പോയാൽ പിന്നെ കാണുമോ? ഇവിടെ എല്ലാം പുകയുള്ളൂ, സമ്മറല്ലേ, എല്ലായിടത്തും കരിയില കത്തിക്കുന്നു. പക്ഷെ ഒറ്റ മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ പുക കാണത്തില്ല. ഒരു മഴ തീങ്കൽ മെഴുകുരുകുന്നത് പോലെ ദുഷ്ടന്മാർ ദൈവസന്നിധിയിൽ നശിക്കുന്നു. എന്ത് ശത്രു നിൻ്റെ മുമ്പിൽ നിൽക്കത്തില്ല. അതായത് ഈ തൊഴുത്തിനകത്തൊന്ന് പുറത്തു പോകരുതെന്ന് ആദ്യം അത് പഠിക്കണം. നമ്മൾ ഈ എല്ലാ കഴിവുമുള്ളവർക്ക്, ഒത്തിരി കഴിവുള്ളവരാണല്ലോ ഒത്തിരിയും ബലഹീനതയെ വീഴുന്നത്.
അപ്പോൾ ഒത്തിരി കഴിവിലല്ല കാര്യം. ആശ്രയിക്കുന്നത് ദൈവത്തിലാണ്. ആശ്രയിക്കുന്ന രാജാതിരാജാവിൽ. ആശ്രയം പൂർണ്ണ ആശ്രയമാണ്. ഇതൊന്നും എളുപ്പം ഉണ്ടാകത്തില്ല. ഈവൻ അബ്രഹാം പോലും പൂർണ്ണമായിട്ട് ആശ്രയിച്ചത് ഇസഹാക്കിനെ ബലികഴിക്കാൻ പറഞ്ഞപ്പോൾ. അതിനു മുമ്പൊക്കെ തന്നെത്താനെല്ലാം കാണിച്ചു വെച്ചു. അപ്പോൾ ഏകദേശം ഒരു 113 വയസ്സെങ്കിലും കാണും. അതിനു മുമ്പൊന്നും ആയിട്ടില്ല. പിന്നെ അത്ര കാലം നമ്മൾ ജീവിക്കുമെന്ന് അറിഞ്ഞുകൂടാ. ഇപ്പം പിന്നെ അത്ര ആയുസില്ലല്ലോ. അതുകൊണ്ട് നമുക്കൊന്ന് പറയാം, ദൈവമേ നിൻ്റെ ആത്മാവിനെ ഞങ്ങളിൽ പകർന്നു തന്നു. ഇപ്പോൾ ഈ വേദപുസ്തകത്തിൻ്റെ റെവലേഷൻസ് അല്ലെങ്കിൽ ഘട്ടം ഘട്ടമാണ് ദൈവം നമ്മൾ ഈ കർത്താവിൻ്റെ ദൈവത്തിൻ്റെ പ്രവർത്തനം മനസ്സിലാക്കുന്നത്. അതിൻ്റെ മാക്സിമം ഇപ്പം നമ്മൾ അറിഞ്ഞിരിക്കുന്ന ഒരു കാലമാണ്. കൂടുതൽ അറിഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇനിയിപ്പോൾ പറയാം അന്യഗ്രഹ ജീവികൾ വരുന്നുണ്ടെന്ന് പറയും. അവരും നമ്മളുമായിട്ട് എന്ത് ബന്ധം? ദൈവസൃഷ്ടിയുമായിട്ട് അവർക്ക് എങ്ങനെ തുലനം ചെയ്യാൻ സാധിക്കും? നമ്മളാരും നമുക്കറിയത്തില്ലെങ്കിലും ഈ ദുഷ്ടശക്തിയിൽ പിശാച് ഈ അന്യഗ്രഹ ജീവി എന്ന് വരുന്നവർ പറയുമല്ലോ, റൈറ്റ്സ് റൈറ്റ്. അവർ പറയാം ഈ മനുഷ്യന് ദൈവത്തോടുള്ള ബന്ധം എന്തെന്നറിയാനാണ് ഞങ്ങളിവിടെ വരുന്നതെന്ന്. അവർക്ക് പോലും അതിശയം നമ്മളും ദൈവമായിട്ടുള്ള ബന്ധം അത്ര വലുതാണ്. സോ we are more precious than all the things on this earth, even on the other planets. മനുഷ്യനെ തന്നെ അവൻ്റെ വില അറിയത്തില്ലല്ലോ. എങ്ങനെ ഇത് പഠിപ്പിക്കണം? ഈ ഞാനൊരു ദൈവശക്തി ഉണ്ടെന്നും നമ്മളിൽ ദൈവാത്മാ പ്രവർത്തിക്കുന്നെന്നും നമ്മൾ പറയുമ്പോൾ നടക്കണമെന്ന് പറയെങ്കിലും ആ കേൾക്കുന്നവരിൽ വിശ്വാസം ഇല്ലെങ്കിൽ നടക്കത്തില്ല. അപ്പോൾ ഈ കേൾക്കുന്ന വ്യക്തിയിൽ വിശ്വാസം ഇട്ട് കൊടുക്കേണ്ടത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. അവർക്കൊരു ദാഹം ഇട്ട് കൊടുക്കേണ്ടത് ദൈവാത്മാ. അപ്പോൾ ഒന്നും നമ്മുടെ സ്വന്തം കഴിവിൽ ഒക്കുന്നില്ല, എല്ലാം ദൈവം ചെയ്യണം. അപ്പോൾ ഈ ഭൂമിയിൽ മുഴുവനും ആത്മാവിൻ്റെ ഒരു പകർച്ച നടക്കുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഉണർവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പം, കർത്താവേ നീ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ടാഞ്ചിബിളായിട്ട് കാണാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമെന്ന് പ്രാർത്ഥിക്കണം. എന്നും ഈ ദൈവത്തിൻ്റെ സൂപ്പർ നാച്ചുറൽ എന്ന് പറയുന്നത്, അതായത് സാധാരണഗതിയിൽ കാണുന്നതിന് ഉപരിയായിട്ടുള്ളത്, ദൈവത്തിന് സൂപ്പർ നാച്ചുറൽ അല്ല, നമുക്കാണ് സൂപ്പർ നാച്ചുറൽ. ദൈവത്തിന് കണ്ണ് പൊട്ടനെ കണ്ണ് കാണിക്കാൻ വലിയ പാടാണ്, മരിച്ചവനെ ഒരു ദൈവ പാടാൻ, നമുക്കിതെല്ലാം വലിയ പാടാണ്. പക്ഷെ നമ്മൾ ദൈവത്തിൻ്റെ കണ്ണുകൊണ്ട് കാണുമ്പോൾ എവറിത്തിങ് ബിക്കംസ് ഡിഫറെൻറ്റ്. അവൻ്റെ കാഴ്ചയിൽ കാണുമ്പോൾ ശത്രു നിൽക്കത്തില്ല. ഈ യൂദായുടെ ബുക്കിനകത്ത് 1 ഏകദേശം 20 വാക്യത്തിൽ, നിങ്ങളോ പ്രിയമുള്ളവരെ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസം, ഈ വിശ്വാസത്തെ ചോദിക്കുന്നുണ്ട്. എന്താ വിശ്വാസത്തിലാണ് ഈ സേഫ്റ്റി വരുന്നത്. നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി, എനിക്കൊരാധാരമുണ്ട്, എൻ്റെ വിശ്വാസമാണ്, അത് വിശുദ്ധ വിശ്വാസമാണ്, അത് നിങ്ങൾക്ക് തന്നെ എനിക്ക് തന്നെ ആധ്യാത്മിക വർധന, വല്ലവർക്കും അല്ല. വചനം പറയുമ്പോഴൊക്കെ അത് അപ്പുറത്തും ഇപ്പുറത്തും കൊള്ളുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി കാത്തിരുന്നുകൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവീൻ. കണ്ടോ? അപ്പോൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം, നമുക്ക് നിത്യജീവൻ ഉറപ്പി വരണം, എന്നിട്ട് കർത്താവിൻ്റെ തൊഴുത്തിനകത്ത് നിൽക്കാൻ പഠിക്കണം. അപ്പോഴാണ് നീ പ്രാവിനെ പോലെ വെള്ളി കൊണ്ടും പൈൻ പൊന്നുകൊണ്ടും, വെറുതെ ഇങ്ങോട്ട് പറയും, പൈൻ പൊന്നുകൊണ്ട് ഞാൻ നിന്നെ പൊതിയാണ്. എന്താണ് പൊന്നുകൊണ്ട് നമ്മൾ പൊതിയുന്നത്? എന്തിനാ? അത് വിലയുള്ളതല്ലേ, വിലയുള്ള സാധനമല്ലേ പൊന്നുകൊണ്ട് പൊതിയത്തുള്ളൂ. വിലയില്ലാത്തതിനെ വല്ലതും പൊന്നുകൊണ്ട് പൊതിയുമോ? പൊന്നുകൊണ്ട് നമ്മൾ അഴുക്ക് സ്ഥലത്ത് ഇടുമോ? ഇല്ലല്ലോ. അപ്പോൾ നമ്മളോട് പറയുന്നു, പൈൻ പൊന്നുകൊണ്ട് അല്ലെങ്കിൽ വെള്ളിയുടെ കൊണ്ട് തൂവലുകൊണ്ട് പ്രാക്കളെ ഞാൻ പൊതിഞ്ഞെങ്കിൽ എൻ്റെ സൃഷ്ടികളാകുന്ന നിങ്ങളെ ഞാൻ പൊതിയാതിരിക്കുമോ? എൻ്റെ മക്കളാകുന്ന നിങ്ങളുടെ മക്കളെ ഞാൻ നോക്കാതിരിക്കുമോ? കൊണ്ടുവന്നു വാ എൻ്റെ മുമ്പിൽ കൊണ്ട്. അസാധ്യമായിട്ടൊന്നുമില്ലാത്തൊരു ദൈവമാണ് മുമ്പിൽ നിൽക്കുന്നത്. സാധ്യങ്ങളെ നിഷ്പ്രയാസം ചെയ്തെടുക്കാൻ സാധിക്കുന്ന ഒരു ദൈവം എന്ന് പറയുന്നത്. നിങ്ങളോ പ്രിയമുള്ളവരെ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ, ചെറിയ വിശ്വാസമല്ല, ഇത് വിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി എനിക്ക് തന്നെ ആത്മീക വർധന വരുത്തിയിട്ട് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ച്, അല്പനേരം അന്യഭാഷയിൽ പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ വചനം എടുത്ത് പല പ്രാവശ്യം ഒരേ അധ്യായം 7 വട്ടം വായിക്കുക. അപ്പോൾ പരിശുദ്ധാത്മാവ് തീ കത്തും. ചിലർ പറയും പരിശുദ്ധാത്മാവ് കിട്ടാൻ വലിയ പാടാണ്. ഞാൻ സൗദി അറേബ്യ ഇരുന്നപ്പോഴേ എനിക്ക് പരിശുദ്ധാത്മാവിൽ എനിക്ക് ആഗ്രഹം തന്നതുപോലെ, അന്യഭാഷ എനിക്ക് വേണമെന്ന് ഞാൻ ആഗ്രഹിച്ച വ്യക്തിയല്ല. പക്ഷെ അന്ന് എനിക്ക് ഒത്തിരി പ്രയാസം വന്നു. ഐ നീഡ് ടു സ്പീക്ക് ടു യു ലോഡ്. അന്യഭാഷ എല്ലാവരും പറയുന്ന ഇത് കറക്റ്റാണ്, എനിക്കും കൂടെ. അങ്ങനെ എനിക്ക് ആദ്യം വന്ന് ഏലി ലമാ സബക്താനി, അതാണ് ഞാൻ ആദ്യം പറയുന്നത്. അത് വേദപുസ്തകത്തിലെ വായിക്കും, പക്ഷെ ഞാനന്നേരം ഓർത്തൊന്നുമില്ല. പക്ഷെ പിന്നെ
ഒരു ഫ്രണ്ട് അതേ ആ വാക്യം വെച്ച് എഴുതിയ ഒരു ബുക്ക് എൻ്റെ മുമ്പിൽ കൊണ്ടു തന്നു, ഒരു അമേരിക്കൻ സ്ത്രീ. അപ്പോഴാണ് ഞാൻ ഓർത്തത്, ഇതാണല്ലോ രാത്രി ദൈവം പറഞ്ഞതെന്ന്. അങ്ങനെയാണ് പിന്നെ അന്യഭാഷ എനിക്കിട്ടത്. ഓരോരുത്തർക്കും. പക്ഷെ അന്യഭാഷ പാടുള്ള ഒരു കാര്യമല്ല. ഇറ്റ് ഈസ് ഗിവൺ ഫ്രീലി ടു എവ്രി വൺ. നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവർക്കത് ദൈവം തരാൻ ആഗ്രഹിക്കുന്നു. അത് കർത്താവ് പിടിച്ചു വെക്കുന്നില്ല. അതുകൊണ്ട് ദൈവസ്നേഹത്തിൽ നിറയണം. യേശുവാണ് നമ്മുടെ ആത്മാവിൻ്റെ മണവാളൻ. അവൻ നമ്മുടെ ആത്മമണവാളനായിട്ട് വരുമ്പോൾ യേശുവിൻ്റെ കൂടെയുള്ള ജീവിതം പൈൻ പൊന്നുകൊണ്ടും അപ്പച്ചൻ്റെ തൂവലുകൊണ്ടും പൊതിഞ്ഞ ജീവിതത്തിലേക്ക്, ആ തൊഴുത്തിനകത്ത് നിന്ന് ജീവിപ്പാൻ ദൈവം നമുക്ക് കൃപ തരും. യാക്കോബിനെ തിരഞ്ഞെടുത്തത് തൊഴുത്തിനകത്ത് തന്നെ ജീവിക്കാൻ അറിയാവുന്നവനായിരുന്നു. ഏദൻ തോട്ടത്തിൽ സൃഷ്ടിച്ചവരായ നമ്മൾ തോട്ടത്തിന് പുറത്തു പോകാൻ ദൈവം ആഗ്രഹിച്ചില്ല. ഒക്കത്തിനൊരു ബൗണ്ടറി ഉണ്ട്. ബൗണ്ടറി ഇല്ലാത്ത ജീവിതം ദൈവത്തിൻ്റെ അല്ല. ബൗണ്ടറി നല്ലതാണ്. ഒരു പട്ടം പറപ്പിക്കുമ്പോൾ പട്ടത്തിൻ്റെ സ്ട്രിങ് പൊട്ടിയാൽ നമ്മൾ വിചാരിക്കും ഇതങ്ങ് മുറിച്ചു കളഞ്ഞത് മുകളിലോട്ടങ്ങ് പറക്കും. പട്ടം താഴെ വീണ് കീറിപ്പോവും. സോ ദർ ഇസ് നീഡ് ടു ബി ദാറ്റ് സ്ട്രിങ് ആണ്. അതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ചെയ്യുന്നത്. പറന്നുയരണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിൽ വരണം. നമ്മുടെ തലമുറ നിലനിൽക്കുന്നത് അങ്ങനെ ദൈവം ചെയ്തെടുക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. അതാ നിൻ്റെ മുമ്പിലേക്ക് ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുകയാണ്. അത്യുന്നതനായ ദൈവത്തിൻ്റെ ആത്മനിറവുകൊണ്ട് ഞങ്ങളെ നിറച്ചിരിക്കുന്നതിന് സ്തോത്രം. ഉന്നതനായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറയ്ക്കണം. വരാവുന്ന ആപത്തിൽ നിന്ന് അനർത്ഥങ്ങൾ ഞങ്ങളെ പരിപാലിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ആത്മാവിൻ്റെ ചൈതന്യം ഇപ്പോൾ ഒഴുകട്ടെ. കർത്താവെ, നീ ഞങ്ങളെ പൈൻ പൊന്നുകൊണ്ടാണ് പൊതിഞ്ഞിരിക്കുന്നത്. നിൻ്റെ വെള്ളി തൂവലുകൊണ്ട് ഞങ്ങളെ പൊതിഞ്ഞിരിക്കുന്നു. തൂവലുകൊണ്ട് ഞങ്ങളെ മറച്ചിരിക്കുന്നു. 91-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, നിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം വരുമ്പോൾ ഞാനും നീയുമായിട്ടുള്ള ബന്ധം ഒന്നാകുമ്പോൾ നീ ഞങ്ങളുടെ ആത്മാവിൻ്റെ മണവാളനായി തീരുമ്പോൾ അപ്പച്ചൻ പറയുന്നതിന് ശ്രദ്ധ വെക്കാനും അതനുസരിച്ച് ജീവിപ്പാനും അതിൽ വിശ്വസിപ്പാനും തലമുറകൾ മേൽ അനുവാദം കൊടുക്കണമേ. അപ്പച്ചൻ്റെ ഹൃദയം തുറക്കാതെ അവിടുന്ന് നോക്കാതെ ആരും മാറ്റത്തില്ല. തലമുറമേളി പരിശുദ്ധാത്മാവിനെ അയക്കണമേ. ഭവനങ്ങളിൽ ആത്മചൈതന്യം ഒഴുകണം. സമാധാനം കൊണ്ട് നിറയ്ക്കണമേ. ദൈവത്തിൻ്റെ ചൈതന്യം പടരട്ടെ. പക്ഷേ എല്ലാ ഹൃദയങ്ങളിലും ദേഹം ആത്മാവിൻ്റെ തലത്തിലേക്ക് യഹോവ എഴുന്നള്ളിയിരിക്കുന്നു. ശത്രുക്കൾ പുക പതറിപ്പോയതുപോലെ അവൻ മാറിയിരിക്കുന്നു. കുറഞ്ഞെന്ന് കഴിയുമ്പോൾ ദുഷ്ടനെ നോക്കി അവനെ കണ്ടില്ല. കർത്താവേ, നിൻ്റെ ആത്മാവിൻ്റെ ശക്തി ജയമെടുത്തതിന് നന്ദി. പ്രാർത്ഥനയുടെ ഉത്തരം തന്നതിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.